മനുഷ്യൻ സംഘം ചേർന്ന് ജീവിക്കാൻ തുടങ്ങിയ ചരിത്രാതീത കാലം മുതൽ തന്നെ തൊഴിലിനും തൊഴിൽ പ്രാവീണ്യത്തിനും അവൻ പ്രാധാന്യം നൽകി വന്നിരുന്നു. സമൂഹജീവിയായി മാറിയതോടെ വേട്ടയാടൽ, മത്സ്യബന്ധനം, ഭക്ഷണ സംഭരണം തുടങ്ങിയ ആദിമ തൊഴിൽ മേഖലകളിൽ പ്രാവീണ്യമുള്ളവർക്ക് മനുഷ്യ സമൂഹത്തിൽ പ്രത്യേക സ്ഥാനം ലഭിച്ചിരുന്നു. കാർഷിക മേഖലയുടെ കണ്ടുപിടുത്തത്തോടെ തൊഴിൽ മേഖലകളുടെ വൈവിധ്യവൽക്കരണവും ആരംഭിച്ചു. തുടർന്നുണ്ടായ ഓരോ കണ്ടുപിടുത്തങ്ങളും മൺപാത്ര നിർമ്മാണം തൊട്ട് വ്യാവസായിക വിപ്ലവത്തിന് വരെ തുടക്കം കുറിച്ചു. ഇത് തൊഴിൽ മേഖലയിൽ പുതിയ സ്പന്ദനങ്ങൾക്ക് വഴിതെളിച്ചു. മനുഷ്യന്റെ സാമൂഹിക ജീവിതത്തിൽ ഉണ്ടായ പുരോഗതി ശാസ്ത്ര വിപ്ലവങ്ങളോടൊപ്പം തന്നെ അവർക്കിടയിൽ തന്നെ കൂടുതൽ സൗകര്യങ്ങൾക്കും നേതൃപദവികൾക്കും വേണ്ടിയുള്ള സംഘർഷങ്ങൾക്കും വഴിതെളിച്ചു. ഈ ഭൂമി 2 മഹായുദ്ധങ്ങൾക്ക് സാക്ഷിയായി. എന്നാൽ 2ാം ലോക മഹായുദ്ധം അവസാനിച്ചപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സാമൂഹിക പുനരധിവാസ മുന്നേറ്റത്തിനു കൂടി തുടക്കം കുറിക്കുകയുണ്ടായി. ആ മുന്നേറ്റത്തെ കുറിച്ചാണ് നമ്മൾ ഇനി അറിയുവാൻ പോകുന്നത്. നാഷണൽ എംപ്ലോയ്മെന്റ് സർവീസ് 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം സേനാ വിഭാഗങ്ങളിൽ നിന്നുണ്ടായ പിരിച്ചുവിടലിന്റെ സമ്മർദ്ദം നേരിടുന്നതിനായി നിലവിൽ വന്നതാണ് എംപ്ലോയ്മെന്റ് വകുപ്പ്. മഹായുദ്ധത്തിന്റെ അവസാനത്തോടുകൂടി വിടുതൽ ചെയ്യപ്പെടാൻ ഇടയുള്ള സൈനികരെയും തൊഴിലാളികളെയും സൈനികേതര ജീവിതത്തിലേക്ക് എളുപ്പത്തിൽ പുനരധിവസിപ്പിക്കുന്നതിനുള്ള ഒരു സംവിധാനത്തിന്റെ ആവശ്യകത അനുഭവപ്പെട്ടു തുടങ്ങിയിരുന്നു. ഇതേ തുടർന്ന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി അംഗീകരിച്ച ഒരു പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ 1945 ജൂലൈയിൽ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് റീസെറ്റിൽമെന്റ് ആൻഡ് എംപ്ലോയ്മെന്റ് നിലവിൽ വരികയും തുടർന്ന് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകൾ തുറന്ന് പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു. 1946 അവസാനം വരെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെ സേവനങ്ങൾ പിരിച്ചുവിടപ്പെട്ട സൈനികർക്കും യുദ്ധത്തൊഴിലാളികൾക്കും മാത്രമായി പരിമിതപ്പെടുത്തിയിരുന്നു. 1947 വിഭജനത്തെ തുടർന്ന് എത്തിച്ചേർന്നവരെ പുനരധിവസിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് എംപ്ലോയ്മെന്റ് വകുപ്പ് നിയോഗിക്കപ്പെട്ടു. പൊതുവായി ഉയർന്ന ആവശ്യത്തെ മാനിച്ച് ക്രമേണ വകുപ്പിന്റെ സേവന പരിധി വിപുലീകരിക്കുകയും 1948 തുടക്കത്തോടെ ഇന്ത്യ കൂടി ഭാഗമായ ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ ILOയുടെ എംപ്ലോയ്മെന്റ് സർവീസ് കൺവെൻഷൻ ആധാരമാക്കി എല്ലാ വിഭാഗം അപേക്ഷകർക്കുമായി എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകൾ തുറന്നു നൽകുകയും ചെയ്തു. അപ്രകാരം പുനരധിവാസത്തിനായി രൂപീകൃതമായ ഒരു സ്ഥാപനം അഖിലേന്ത്യാ അടിസ്ഥാനത്തിലുള്ള തൊഴിൽ നിയമന സംവിധാനമായി പരിവർത്തനം ചെയ്യപ്പെട്ടു. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് തൃശൂർ 1953. സ്വതന്ത്ര ഇന്ത്യയിലെ തിരുകൊച്ചി സംസ്ഥാനത്തിൽ കേരളത്തിലെ തന്നെ ആദ്യ മനുഷ്യനിർമ്മിത ദ്വീപായ വില്ലിംഗ്ടൺ ഐലൻഡിലാണ് തൃശൂർ ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ആദ്യം നിലവിൽ വന്നത്. അന്ന് തിരുകൊച്ചി സംസ്ഥാനത്തിന്റെ ഭാഗമായിരുന്നു തൃശൂർ ജില്ല. തുടർന്ന് 1956 കേരള പിറവിക്ക് ശേഷം സാംസ്കാരിക നഗരിയായ തൃശൂരിലെ പാലസ് റോഡിൽ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു. ആ കാലഘട്ടത്തിൽ പരിമിതമായ സൗകര്യങ്ങളിൽ നിന്നുകൊണ്ട് മികച്ച സേവനം ഉറപ്പുവരുത്തുവാൻ ഓരോ ഉദ്യോഗസ്ഥരും ആത്മാർത്ഥമായി ശ്രമിച്ചത് ജനങ്ങൾക്കിടയിൽ തൃശൂർ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന് മികച്ച സ്വീകാര്യത നേടിക്കൊടുത്തു. തുടർ വർഷങ്ങളിലായി ഇരിഞ്ഞാലക്കുട, കൊടുങ്ങല്ലൂർ, ചാവക്കാട്, തലപ്പിള്ളി, ചാലക്കുടി എന്നിവിടങ്ങളിലായി ടൗൺ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളും മണ്ണുത്തി കാർഷിക സർവകലാശാലയിൽ യൂണിവേഴ്സിറ്റി എംപ്ലോയ്മെന്റ് ഇൻഫർമേഷൻ ആൻഡ് ഗൈഡൻസ് ബ്യൂറോയും തൃശൂർ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെ മേൽനോട്ടത്തിൽ ആരംഭിച്ചു. തൃശൂരിന്റെ മണ്ണിൽ പുതിയൊരു മാറ്റത്തിന്റെ തുടക്കമായിരുന്നു ഇത്. എംപ്ലോയബിലിറ്റി സെന്റർ മാറുന്ന കാലഘട്ടത്തിനനുസരിച്ച് മാറ്റങ്ങൾക്ക് വിധേയമാകുക എന്നത് ഏതൊരു മേഖലയുടെയും വളർച്ചയ്ക്ക് കാരണമാകും എന്ന വീക്ഷണം ഉൾക്കൊണ്ട് സ്വകാര്യ മേഖലയിലെ തൊഴിൽ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുവാൻ ഉദ്യോഗാർത്ഥികളെ പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെ എംപ്ലോയ്മെന്റ് വകുപ്പ് എംപ്ലോയബിലിറ്റി സെന്ററുകൾക്ക് രൂപം നൽകി. 2017 തൃശൂരിൽ എംപ്ലോയബിലിറ്റി സെന്റർ ആരംഭിച്ചതിലൂടെ മറ്റൊരു ശ്രദ്ധേയമായ ചുവടുമാറ്റത്തിനു കൂടി തൃശൂർ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വേദിയായി. ഗൃഹാതുര സ്മരണ ഉണർത്തിയിരുന്ന പഴയ കെട്ടിടം ഈ മാറ്റത്തിന്റെ ഭാഗമാവുകയും അതിലൂടെ അടിസ്ഥാന സൗകര്യങ്ങൾ വിപുലീകരിച്ച് 4627 സ്ക്വയർ ഫീറ്റിൽ ഇരുനില കെട്ടിടം നിലവിൽ വരികയും ചെയ്തു. 2017 ഓഗസ്റ്റ് 17 മുതൽ ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ആൻഡ് എംപ്ലോയബിലിറ്റി സെന്റർ എന്ന പേരിൽ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ആൻഡ് എംപ്ലോയബിലിറ്റി സെന്റർ ഇന്ന് ഈ ആധുനിക കെട്ടിടത്തിൽ വിപുലമായ സാങ്കേതികത ഉള്ള ഓഫീസ് പ്രവർത്തനമാണ് സജ്ജമായിട്ടുള്ളത്. പൂർണ്ണമായും കമ്പ്യൂട്ടർ വൽകൃത ഓഫീസായി മാറിയതിലൂടെ പ്രവർത്തനങ്ങൾ ഓൺലൈൻ സംവിധാനത്തിലൂടെ കാര്യക്ഷമമാക്കുവാൻ സാധിച്ചിട്ടുണ്ട്. 2 നിലകളിലായി നിലകൊള്ളുന്ന ഈ കെട്ടിടത്തിന്റെ താഴത്തെ നിലയിൽ 24 കമ്പ്യൂട്ടറുകൾ ഉൾക്കൊള്ളുന്ന കമ്പ്യൂട്ടർ ലാബും 40 പേർക്ക് ഇരിക്കാവുന്നതും ഓഡിയോ ആൻഡ് വിഷ്വൽ സംവിധാനത്തിലൂടെ പരിശീലനം പൂർത്തീകരിക്കാൻ കഴിയുന്നതുമായ AC ക്ലാസ് റൂമും കൗൺസിലിംഗ് റൂം എന്നിവ സ്ഥിതി ചെയ്യുന്നു.
ഒപ്പം തന്നെ 250-ൽ അധികം പുസ്തകങ്ങളുമായി റെഫറൻസ് കം ഗൈഡൻസ് ലൈബ്രറിയും വിശാലവും സൗഹാർദ്ദപൂർണവുമായ റിസപ്ഷൻ കം ഫ്രണ്ട് ഓഫീസ് സംവിധാനവും പരിസ്ഥിതി സൗഹാർദ്ദം ഉറപ്പുവരുത്തുന്ന കടലാസ് രഹിത ഓഫീസ് എന്നിവയും തൃശൂർ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ആൻഡ് എംപ്ലോയബിലിറ്റി സെന്ററിന്റെ പ്രത്യേകതകളാണ്. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾക്കായുള്ള പ്രത്യേക വിഭാഗം, പ്ലേസ്മെന്റ് ആൻഡ് എംപ്ലോയ്മെന്റ് മാർക്കറ്റ് ഇൻഫർമേഷൻ, സബ്സിഡിയോടുകൂടിയ സ്വയം തൊഴിൽ പദ്ധതികളായ കെസ്റു മൾട്ടി പർപ്പസ് ആൻഡ് ജോബ് ക്ലബ്, ശരണ്യ, കൈവല്യ, നവജീവൻ എന്നിവ ഉൾക്കൊള്ളുന്ന സ്വയം തൊഴിൽ വിഭാഗവും, യുവതലമുറയുടെ കരിയർ സ്വപ്നങ്ങൾക്ക് നിറം പകരാനായി അഭിമാനകരമാം വിധത്തിൽ ജില്ലയിൽ പ്രവർത്തിക്കുന്ന വൊക്കേഷണൽ ഗൈഡൻസ് വിഭാഗം, എംപ്ലോയബിലിറ്റി സെന്റർ എന്നീ ഡിപ്പാർട്ട്മെന്റുകൾ ഉൾപ്പെടുന്നതാണ് തൃശൂർ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ആൻഡ് എംപ്ലോയബിലിറ്റി സെന്റർ. നേട്ടങ്ങൾ: കഴിഞ്ഞ 9 വർഷത്തിനിടയിൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് മുഖേന സ്ഥിരവും താൽക്കാലികവും ഉൾപ്പെടെ 8039 നിയമനങ്ങൾ നൽകാൻ സാധിച്ചിട്ടുണ്ട് എന്നത് അഭിമാനകരമായ കാര്യമാണ്. കൂടാതെ എംപ്ലോയബിലിറ്റി സെന്റർ മുഖേന നാളിതുവരെ 4588 പേർക്ക് സ്വകാര്യ മേഖലയിൽ നിയമനം ലഭിച്ചിട്ടുണ്ട്. സ്വയം തൊഴിൽ വിഭാഗത്തിന് കെസ്റു സ്കീമിൽ 1282 ഗുണഭോക്താക്കൾ, മൾട്ടി പർപ്പസ് ആൻഡ് ജോബ് ക്ലബ് സ്കീമിൽ 95 ഗുണഭോക്താക്കൾ, ശരണ്യ സ്കീമിൽ 2922 ഗുണഭോക്താക്കൾ, കൈവല്യ സ്കീമിൽ 375 ഗുണഭോക്താക്കൾ, നവജീവൻ സ്കീമിൽ 93 ഗുണഭോക്താക്കൾ. ഇത്രയും ഗുണഭോക്താക്കൾ ഈ വിഭാഗങ്ങളിലായി ഉണ്ട്. ഇത്തരം സംരംഭകർക്കായി ഉൽപ്പന്നങ്ങളുടെ പ്രദർശന വിപണന സ്റ്റാളുകൾ ഒരുക്കാറുണ്ട്. ഇത്തരത്തിൽ വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന തൃശൂർ ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ ഗ്രീൻ പ്രോട്ടോകോൾ കർശനമായി നടപ്പിലാക്കി വരുന്നു. മോഡൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് സംസ്ഥാനത്തെ 2ാമത്തെ മോഡൽ ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ആക്കി ഉയർത്തുന്ന ഈ വേളയിൽ ഉയർന്ന നിലവാരത്തിൽ സേവനം പ്രദാനം ചെയ്യുക എന്നുള്ള ഉദ്ദേശമാണ് തൃശൂർ ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലുള്ളത്. സ്മാർട്ട് രജിസ്ട്രേഷൻ കാർഡ്, രജിസ്ട്രേഷൻ പുതുക്കൽ എന്നിവയ്ക്കായി ഏകജാലക സംവിധാനവും സന്ദർശകർക്ക് എക്സ്ചേഞ്ചിന്റെ സേവനങ്ങൾ ലഭ്യമാക്കുന്നതിനായി ഉപയോഗപ്പെടുത്താവുന്ന കമ്പ്യൂട്ടർ സംവിധാനത്തോടു കൂടിയ സന്ദർശക പാർലർ എന്നിവയാണ് മോഡൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകൾ നടത്തിവരുന്ന അധിക സേവനങ്ങൾ. പുതിയ ഉത്തരവാദിത്തങ്ങൾ കൂടുതൽ മെച്ചപ്പെട്ട പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ പ്രചോദനം നൽകുന്നു. നന്ദി.